ഡെത്ത് കറന്റ് അധ്യായം 13. അർണോൾഡ് തെക്ക് പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് തിരിഞ്ഞു നിന്ന് കയ്യാട്ടി വിളിച്ചു. കാറ്റ് വരട്ടെ, കാറ്റ് ഞങ്ങളുടെ കാറ്റുപായകൾ വീർത്തു പൊന്തട്ടെ. അയാൾ കാറ്റിനെ ക്ഷണിക്കുന്ന രീതി കണ്ട് ലൈസയ്ക്ക് ചിരി വന്നു. അവൾ കാപ്പി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഷാൻപിയർ കോമ്പസിലും വാച്ചിലും മാറി മാറി കണ്ണോടിച്ചു. ഡെത്ത് കറന്റ് കടന്നിട്ടില്ല. നല്ലതുപോലെ കാറ്റ് വീശുന്നുണ്ട്. അനുകൂലമായ ദിശയിലേക്ക് തന്നെ. കടൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അത്ര ശാന്തമൊന്നുമില്ല. സാമാന്യം വലിയ തിരമാലകൾ ചങ്ങാടത്തെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നു. മുൻപിൽ തിരമാല ജലഭിത്തി പോലെ വരുമ്പോൾ ചക്രവാളങ്ങളും കടൽപ്പരപ്പും പെടുന്നതിനെ അപ്രത്യക്ഷമാവുന്നു. ഭയപ്പെടാനൊന്നുമില്ല, ക്രിസ്റ്റഫർ കരോളിനെ നോക്കി പറഞ്ഞു. കാറ്റുള്ളത് കൊണ്ടാണ് വലിയ തിരമാലകൾ. അതേസമയം നമുക്ക് കാറ്റ് അത്യാവശ്യമാണ് താനും. ഡെത്ത് കറന്റ് കടക്കാൻ നമുക്കിനി പകുതി രാത്രിയും ഒരു പകലും മാത്രമേ ശേഷിക്കുന്നുള്ളൂ. രാത്രിയിൽ ആരും ഉറങ്ങിയില്ല. പിറ്റേന്ന് കാലത്ത് അർണോൾഡ് അല്പമൊന്ന് മയങ്ങി. 10 മണിയോടെ അയാൾ ഉണരുകയും ചെയ്തു. കടലിൻ്റെയും കാറ്റിൻ്റെയും പ്രതികരണം അനുകൂലം തന്നെ. 4 പേരും വീർപ്പടക്കിയിരുന്നു. ചങ്ങാടത്തിന് വേഗത പോരാ എന്ന തോന്നൽ വർദ്ധിച്ചു വന്നു. കടലിലേക്ക് ഇറങ്ങി നിന്നിട്ട് തള്ളി നീക്കിയാലോ എന്ന് പോലും ചിന്തിച്ചു പോവുകയാണ്. അർണോൾഡിൻ്റെ പ്രസ്താവന മൂവരിലും ചിരിയുണർത്തി. അതിനേക്കാൾ നിന്ന് മുൻപിൽ ഇറങ്ങി നിന്ന് വലിച്ചു കൊണ്ടുപോകുന്നതല്ലേ? കരോൾ ചോദിച്ചു. തമാശയൊക്കെ സന്ധ്യയോടെ തീരും. അതിനു മുമ്പ് നമ്മൾ ഡെത്ത് കറന്റ് കടന്നില്ലെങ്കിൽ, ക്രിസ്റ്റഫർ മുന്നറിയിപ്പെന്ന പോലെ പറഞ്ഞു. കടലിൻ്റെ ശാന്തത സന്ധ്യ വരെ മാത്രമേ നിലനിൽക്കൂ. രാത്രിയായി കഴിഞ്ഞാൽ ഡെത്ത് കറന്റ് സംഹാരരൂപം കൈക്കൊള്ളും. ആശങ്ക നിറഞ്ഞ മണിക്കൂറുകൾ. ഭക്ഷണം കഴിക്കാൻ പോലും ആർക്കും താല്പര്യമില്ല. എല്ലാം ഡെത്ത് കറന്റിനപ്പുറം കടന്ന ശേഷം. സന്ധ്യയായി. കോമ്പസും വാച്ചുകളും നിശ്ചലമായി. കടലിൻ്റെ രൂപവും ഭാവവും മാറി. തിരകൾ മല പോലെ ഉരുണ്ടുയർന്നു വന്നു. കാറ്റില്ല. അതെങ്ങോ ഒളിച്ചതുപോലെ. അന്തരീക്ഷത്തിൽ ഒരു സ്തംഭനാവസ്ഥ. ചങ്ങാടത്തിൻ്റെ വേഗത കുറഞ്ഞു. തിരകൾ അതിനെ ഉച്ചിയിലേന്തി എറിഞ്ഞു കളിച്ചു. 4 പേരുടെയും മുഖത്ത് ഭീതി നിറഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ ദിക്കിൽ നിന്നും ഒരാരവം കേട്ടു തുടങ്ങി. ദൈവമേ, കൊടുങ്കാറ്റ്, പായ താഴ്ത്ത്, ഷാൻപിയർ വിളിച്ചു പറഞ്ഞു. ക്രിസ്റ്റഫർ തിരിഞ്ഞു നോക്കി. ഏതാണ്ട് 3 മൈൽ തെക്ക് കിഴക്ക് മാറി ചക്രവാളത്തോളം പരപ്പിൽ കാണാവുന്ന ഭാഗത്ത് കടലിനെ മുഴുവൻ കൊടുങ്കാറ്റിൽ അടിച്ചുകൂട്ടി ഒരു മഹാപർവ്വതം പോലെ വടക്ക് കിഴക്ക് ദിക്കിലേക്ക് തള്ളിക്കൊണ്ടു പോകുന്ന കാഴ്ച. ഈ കാറ്റ് തിരിഞ്ഞ് ഈ ദിക്കിലേക്ക് വന്നാൽ ഒരൊറ്റ നിമിഷം അത് നമ്മളെല്ലാം തീരും, ക്രിസ്റ്റഫർ പറഞ്ഞു. എന്നിട്ട് തിടുക്കത്തിൽ പായ മടക്കിക്കെട്ടാൻ ഷാൻപിയറിനെയും അർണോൾഡേയും സഹായിച്ചു. ചെറിയ പായകൾ മാത്രം നിലനിർത്തി. തിരകൾ ചങ്ങാടത്തെ പൊക്കിയെടുക്കുന്നതിന് മുമ്പേ പോയ തിരക്കുഴിയിലേക്ക് എറിഞ്ഞു കളിക്കുന്നത് തുറന്നു. കൊടുങ്കാറ്റിൻ്റെ ഗതി തെക്കൻ ദ്വീപിലേക്ക് അകന്നകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അത് ഒഴിഞ്ഞു പോവുകയാണെന്ന് തോന്നുന്നു. അർണോൾഡ് അവിശ്വസനീയതയോടെ പിറുപിറുത്തു. കടലിന് മാത്രം വ്യത്യാസം കണ്ടില്ല. കാറ്റ് വരട്ടെ, കാറ്റ്. കൊടുങ്കാറ്റാണെങ്കിലും വേണ്ടില്ല, ക്രിസ്റ്റഫർ കടലിൻ്റെ നേർക്ക് വിളിച്ചു കൂപ്പി. പ്രധാന പായ താഴ്ത്തിക്കെട്ടിക്കൊണ്ട് തന്നെ അവർ മുന്നോട്ട് പോയി. ഇരുട്ടായതോടെ ദിക്കുകളെക്കുറിച്ചുള്ള സങ്കല്പവും നഷ്ടപ്പെട്ടു. ചന്ദ്രൻ ഉദിച്ചപ്പോൾ ദിക്ക് ഭ്രംശം നീങ്ങി. കടലിൽ പ്രത്യേകിച്ചൊരു വ്യതിയാനവും ഉണ്ടായിരുന്നില്ല. ചങ്ങാടവും ആശങ്കയും ഭീതിയുളവാക്കി അതിൻ്റെ യാത്രികരെ അപായപ്പെടുത്തുമെന്നുള്ള സൂചന നൽകിക്കൊണ്ട് തിരകൾക്കിടയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഓരോ തവണയും അവർ വിചാരിക്കും ചങ്ങാടത്തെ തിരയടിച്ച് പൊളിക്കുമെന്ന്, അല്ലെങ്കിൽ തങ്ങളെ ഉയർത്തി കടലിലേക്ക് വലിച്ച് പിഴുതെറിയുമെന്ന്. ആശങ്കാഭരിതമായ മണിക്കൂറുകൾ. ഏതു നിമിഷത്തിലും മുങ്ങിച്ചാകലുണ്ടാകുമെന്ന് അവർ തീർച്ചപ്പെടുത്തി. പ്രഭാതം വരെ ഇങ്ങനെ കഴിഞ്ഞു. സൂര്യൻ ഉദിച്ചു വരുന്നപ്പോൾ ശാന്തമായി കൊണ്ടിരുന്ന കടലിലായിരുന്നു അവരുടെ മുമ്പിൽ. തിരകളുടെ ഉയരവും വലിപ്പവും കുറഞ്ഞു വരുന്നു. അർണോൾഡ് ആണ് ആദ്യം അത് കണ്ടുപിടിച്ചത്. നമ്മുടെ ഡെത്ത് കറന്റിനെ പിന്തള്ളി, അയാൾ ആഹ്ലാദത്തോടെ വിളിച്ചു കൂപ്പി. കോമ്പസുകൾ ദിശ സൂചിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. വാച്ചുകളിൽ ചിലത് ഓടിത്തുടങ്ങി. അവർണീയനീയമായ സന്തോഷം 4 പേരുടെയും മുഖത്ത് ദർശിച്ചു. ആനന്ദാധിക്യം കൊണ്ട് മിണ്ടാൻ പോലും സാധിക്കാത്ത അവസ്ഥ. കോമ്പസുകൾ പ്രവർത്തിക്കാൻ തുടങ്ങിയതും അവർക്ക് അനുഗ്രഹമായി. ഇനി ദിശ തെറ്റുമെന്ന് സംശയമുണ്ട്. അനുകൂലമായ വിധം നല്ല കാറ്റുണ്ടായിരുന്നു. പായകളെല്ലാം നിവർത്തിക്കെട്ടി. അവയ്ക്കുള്ളിൽ കാറ്റ് നിറഞ്ഞു. സാമാന്യം നല്ല വേഗതയിൽ ചങ്ങാടം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അടുത്ത ഒരാഴ്ചത്തെ കാര്യത്തേക്ക് കാര്യമായ കുഴപ്പമൊന്നും ഉണ്ടായില്ല.
ഷാൻപിയർ ഉറങ്ങുമ്പോൾ ക്രിസ്റ്റഫർ ചങ്ങാടം നിയന്ത്രിക്കാം, അല്ലെങ്കിൽ അർണോൾഡ്. പക്ഷേ അർണോൾഡ് നിയന്ത്രണമേൽപ്പിക്കുന്നതിൽ ഷാൻപിയറിന് അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കൂടുതൽ സമയം ഷാൻപിയറും ചങ്ങാടത്തിൻ്റെ ചുമതല ഏറ്റെടുത്തു. ലൈസിയും അർണോൾഡും കൂടി ഭക്ഷണം പാകപ്പെടുത്തിയോ കാപ്പി തയ്യാറാക്കുകയോ ചെയ്യും. കാപ്പി എപ്പോഴും തയ്യാറാണ്. മത്സ്യം പിടിക്കുന്നതിനിടയിലും യാത്രക്കിടയിൽ അവർ സമയം കണ്ടെത്തി. രാത്രികളിൽ ചങ്ങാടത്തിൽ വെളിച്ചം കണ്ടു. ധാരാളം മത്സ്യങ്ങൾ ചങ്ങാടത്തിന് പുറകെ കൂടുമായിരുന്നു. ഒരിക്കൽ ഒരുപറ്റം സ്രാവുകൾ 3 ദിവസത്തോളം ചങ്ങാടത്തെ പിന്തുടർന്നു. ദ്വീപിൽ നിന്നും യാത്ര തിരിച്ചതിൻ്റെ 9ാമത്തെ ദിവസം കടലിൽ വലിയ മഴ പെയ്തു. കൊടുങ്കാറ്റും പേമാരിയും തിരമാലകളും. രാത്രി മുഴുവൻ കടലിൽ അശാന്തി മുറ്റിനിന്നു. ഏത് നിമിഷവും എന്തും സംഭവിച്ചേക്കാമെന്നുള്ള പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് കടൽ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. പകൽ കടൽ അല്പം മയപ്പെട്ടു. മരണത്തിൻ്റെ നടുവിലൂടെ ആ ചങ്ങാടം നീന്തിപ്പോയിക്കൊണ്ടിരിക്കുന്നു. 4 ദിവസമെടുത്തു കടൽ പൂർണ്ണമായും ശാന്തമാവാൻ. അങ്ങനെ നമ്മൾ വീണ്ടും രക്ഷപ്പെട്ടു, അർണോൾഡ് പിറുവിർത്തു. എന്ന് പറഞ്ഞുകൂടാ, ക്രിസ്റ്റഫർ കടൽപ്പരപ്പിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. 1000കണക്കിന് മൈൽ ദൂരം ഇനിയും സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. പ്രതീക്ഷയ്ക്ക് വക കാണുന്നില്ല. പ്രഭാതത്തിൽ കടൽപ്പരപ്പിലേക്ക് കണ്ണും നട്ടു നിന്ന കരോൾ ദൂരെ കടലിൽ ജലധാരകളിൽ നിന്നും വെള്ളം ചീറ്റുന്നത് പോലെയുള്ള കാഴ്ച കണ്ട് സ്തംഭയായി. പലയിടത്തും ഒരു ജലധാര കാണായി. ലൈസിയും അത്ഭുതത്തിൽ അർണോൾഡും പങ്കുചേർന്നു. ഷാൻപിയർ ചിരിച്ചുകൊണ്ട് അവരെ അറിയിച്ചു. സിമിംഗലത്തിൻ്റെ പ്രഭാത പരിപാടികളാണ് നമ്മൾ കാണുന്നത്. അവ ശ്വസിക്കുകയാണ്. 2 ആഴ്ച കൂടി കഴിഞ്ഞപ്പോൾ കാലാവസ്ഥയിൽ പ്രതികൂലമായ മാറ്റം കണ്ടു തുടങ്ങി. രാത്രി മുഴുവൻ അതികഠിനമായ തണുപ്പും ശൈത്യം നിറഞ്ഞ കാറ്റും, പകൽ അതികഠിനമായ ചൂട്. സൂര്യതാപം ഏൽക്കാതിരിക്കാൻ അവർ ക്യാൻവാസ് കൊണ്ട് ഷീറ്റ് കൊണ്ടൊരു മറയുണ്ടാക്കിയെങ്കിലും ഫലപ്രദമായില്ല. എല്ലായ്പ്പോഴും മരുഭൂമിയിൽ നിന്നെന്ന പോലെ വരണ്ട ചൂടുകാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. ഉപ്പ് കാറ്റേറ്റ് അവരുടെ ചുണ്ടുകളും മുഖചർമ്മങ്ങളും വിണ്ടുപൊട്ടി. ദാഹത്തവിടെയൊക്കെ തൊലിയിളകി മാറി വ്രണങ്ങളുണ്ടായി. കാറ്റേൽക്കുമ്പോൾ നീറ്റലും പുകച്ചിലും, കൈവെള്ളകളിൽ തൊലിയിളകി വ്രണങ്ങളായതോടെ വേദനയും ദുസ്സഹമായി. വായ്ക്കുള്ളിലും ഉദരത്തിനുള്ളിലും വ്രണങ്ങൾ. ആഹാരം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും പീഡനാനുഭവമായി തീർന്നു. ഭാഗ്യം, നമ്മുടെ ഭക്ഷണത്തിൻ്റെ സ്റ്റോക്ക് തീർന്നിരിക്കുന്നു. തീറ്റീനി അധികം നമ്മളെ ബുദ്ധിമുട്ടിക്കുകയില്ല, ക്രിസ്റ്റഫർ പറഞ്ഞു. ഭക്ഷണ ശേഖരം ഏറെക്കുറെ തീർന്നു കഴിഞ്ഞിരിക്കുന്നു. 2-3 ദിവസത്തേക്കുള്ള ശുദ്ധജലം മാത്രം ബാക്കി. സൂര്യതാപത്തിൽ വെന്ത് ചാരം മൂടിയതുപോലെ ചൂടേറ്റ് ചുറ്റും കടലിൻ്റെ വാക്കുകളെ വിഴുങ്ങുന്ന നരച്ച ആകാശം. അതിന് താഴെ എവിടേക്ക് തിരിഞ്ഞാലും നീലക്കടലിൻ്റെ അപാരത. മനുഷ്യവാസമുള്ള ഒരു ദ്വീപ് ഇല്ല, ഒന്നുമില്ല. കടലിലും ആകാശത്തിലും രക്ഷയുടെ അടയാളം കാണപ്പെട്ടില്ല. ദിവസങ്ങൾ കടന്നുപോയി. ജീവിച്ചിരിക്കുക ദുസ്സഹമാവുന്ന പോലെ. വിശപ്പും ദാഹവും വ്രണങ്ങളുടെ നീറ്റലും പുകച്ചിലും, മനസ്സിൽ തിങ്ങി നിൽക്കുന്ന ശൂന്യതയും. നമ്മൾ നടുക്കടലിൽ വിശന്നും ദാഹിച്ചും പൊരിഞ്ഞും ചാവും. അർണോൾഡ് നിരാശയോടെ പിറുവിറുത്തു. 4 പേരും അവശരായി തീർന്നിരുന്നു. ദൈവമേ, ഒരു തുള്ളി വെള്ളം, കരോൾ ലൈസ വിലപിച്ചു. ആകാശവും കടലും ആ 4 ചങ്ങാതികളെ പീഡിപ്പിക്കാൻ തന്നെ ഉറച്ചതുപോലെയായിരുന്നു. ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി നടുകടലിൽ അവർ ദാഹിച്ചുഴറി. നാവുണങ്ങിയ തോൽക്കഷ്ണം പോലെയായി. സംസാരിക്കാൻ വയ്യ. പണിപ്പെട്ട് സംസാരിച്ചാൽ തന്നെ അക്ഷരങ്ങൾ വഴങ്ങുന്നില്ല. 4 പേരും അവശരായി. ചങ്ങാടത്തിനു മീതെ കനം തൂങ്ങിക്കിടന്ന ഒരു മേഘം കണ്ട് അർണോൾഡ് കൈ ചൂണ്ടി. അങ്ങോട്ട്, ആ ദിക്കിലേക്ക്. ഗുണമില്ല സഹോദര, ഒരു തുണ്ട് മേഘത്തിനുള്ളിൽ മഴയില്ല, ക്രിസ്റ്റഫർ പറഞ്ഞു. ഓരോ മേഘത്തുണ്ടുകളും തലയ്ക്ക് മീതെ എത്തുമ്പോൾ അർണോൾഡ് മേലോട്ട് നോക്കി വെള്ളത്തിന് കൊഞ്ചും. സ്നേഹിത, ഒരു തുള്ളി വെള്ളം, ഒരു ചാറ്റൽ മഴ. ഞങ്ങൾ ദാഹിച്ചു മരിക്കുകയാണ്. ഇവിടെ ഒന്ന് കനിഞ്ഞിട്ട് പോകും. പിന്നെ അയാളുടെ മേഘങ്ങളോട് ദേഷ്യപ്പെടും. നിങ്ങളുടെ ആ വീർത്ത വയറ് നിറയെ വെള്ളമാണെന്ന് എനിക്കറിയാം. മര്യാദയ്ക്ക് ഇവിടെ ഒഴിച്ചിട്ട് പോയിക്കോളൂ. ഇല്ലെങ്കിൽ ഒരു ഇടിമിന്നൽ നിന്നെ ഉരുക്കിക്കളയും. അർണോൾഡിൻ്റെ വിലാപങ്ങൾ കേട്ടാൽ മേഘങ്ങൾക്ക് ജീവനുണ്ടാകുമെന്ന് തോന്നുമായിരുന്നു. അവസാനം അയാൾ മേഘങ്ങളെ ശപിക്കാനും തുടങ്ങി. മേഘങ്ങൾ തലയ്ക്കുമീതെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. വൈകുന്നേരത്തോടെ വടക്കുകിഴക്കൻ ചക്രവാളത്തിൽ കാർമുകിൽ പടയുടെ വിന്യാസം കാണാൻ. കടലിൻ്റെ വക്കിൽ നിന്നെന്ന വണ്ണം കരിമേഘനിരകൾ തള്ളിക്കയറിക്കൊണ്ടിരിക്കുന്നു. ഈ വേള രണ്ടും കൽപ്പിച്ചാണ്. അർണാൾഡ് പ്രത്യക്ഷയോടെ മൊഴിഞ്ഞു. എല്ലാവരും ആ ദിക്കിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ഇപ്പോഴും വീശുന്നത് ചൂടുകാറ്റാണ്. പിന്നെ എങ്ങനെ പെയ്യാൻ, ക്രിസ്റ്റഫർ പറഞ്ഞു. മേഘനിരകൾ അവരുടെ ശിരസിനു മീതെ വളരെ താണു നീങ്ങി. രാത്രിയിൽ കാറ്റിൻ്റെ സ്വഭാവം അല്പം മാറിയതുപോലെ ഷാൻപിയർ തോന്നി. നല്ല തണുപ്പ്, മഴയുടെ മണം. ഭാഗ്യം നമ്മുടെ കൂടെയാണെന്ന് തോന്നുന്നു. തണുപ്പ് കാറ്റ് വീശി തുടങ്ങിയിരിക്കുന്നു. നിലാവത്ത് ദൂരെ മഴയുടെ തിളക്കം കാണായി.
സുതാര്യമായ ഒരു കൂറ്റൻ തിരമാല ആകാശത്തു നിന്നും കടലിനു മീതേക്ക് ഇട്ടതുപോലെ മഴയുടെ ദൃശ്യം. മഴയുടെ ഇരമ്പൽ. അവസാനം അവനിങ്ങെത്തുകയാണ്. ആ കുട്ടിച്ചാത്തൻ. ഒന്നും വേഗം ഇങ്ങോട്ട് വരാൻ എന്തൊരു മടിയാണെന്ന് നോക്കൂ. നാശം പിടിക്കാൻ നമ്മുടെ മരക്കഷ്ണത്തിന് വേഗതയുമില്ല. മഴ അവരുടെ മീതേക്കൂടെ വ്യാപിക്കാതെ നിന്നുപോയെങ്കിലും എന്നായിരുന്നു അർണോൾഡിൻ്റെ ഭയം. യഥാർത്ഥത്തിൽ അതാണ് സംഭവിച്ചത്. മഴ തിരശ്ശീല ഇരമ്പിപ്പാഞ്ഞു വരുന്നത് കണ്ട് ഷാൻപിയറും ലേസിയും കൂടി വെള്ളം പിടിക്കാനായി പാത്രങ്ങൾ നിരത്തുകയായിരുന്നു. ചരൽ വാരി എറിഞ്ഞതുപോലെ കാറ്റലയ്ക്കൊപ്പം മഴനിര വന്നടിച്ചു പാഞ്ഞുപോയി. ഏതാനും വലിയ തുള്ളികൾ അവരുടെ മുഖത്തും ദേഹത്തും ചിതറി വീണു. അരനിമിഷത്തേക്ക് മാത്രം. ഇനി മഴയില്ല. കാറ്റും കാർമേഘങ്ങളും ഇപ്പോഴും അവശേഷിക്കുന്നു. അർണോൾഡിന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അർണോൾഡ് കോപം കൊണ്ട് കരഞ്ഞുപോയി. അയാളുടെ മുഖത്തും വീണ 2 തുള്ളിയുമായി കണ്ണീർ ഇടകലർന്നു. കരോൾ ചുണ്ടിൽ വീണ ഒരു മഴത്തുള്ളി നുണയുകയായിരുന്നു. മഴ ഒരു സ്വപ്നം പോലെ, മായാജാലം പോലെ, മിന്നൽ പിണർ പോലെ കടന്നുപോയി. ആഹ്ലാദത്തളക്കൊണ്ട് ആർത്തുകുതിച്ചു തുള്ളുകയായിരുന്നു മനസ്സ്. പാടെ വരണ്ടുപോയി. ഷാൻപിയർ അദാശനായി തലമുടിയിൽ തടവിക്കൊണ്ടിരുന്നു. പേടിക്കണ്ട, മഴ പെയ്യാതിരിക്കുകയില്ല. ആകാശം മൂടിക്കെട്ടിക്കിടക്കുകയാണ്. ക്രിസ്റ്റഫർ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. വെളുപ്പാങ്കാലത്ത് തീരെ നനച്ചിരിക്കാത്ത സമയത്ത് ഒരു വലിയ കാറ്റുണ്ടായി. അല്പം കഴിഞ്ഞപ്പോൾ മഴയും തുടങ്ങി. ചങ്ങാടത്തിൻ്റെ കാറ്റ് പായ്ക്കളെല്ലാം താഴ്ത്തി കെട്ടിയിരുന്നു. 4 മനുഷ്യർ മഴ നനഞ്ഞു കുതിർന്ന് ചങ്ങാടത്തിന് മേലെ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുന്നു. വെള്ളം കണക്കറ്റ് കുടിക്കരുതെന്ന് ഷാൻപിയർ കർശനമായി ആജ്ഞാപിച്ചിരുന്നു. മഴ വളരെ സമയത്തേക്ക് തുടർന്നു. ചങ്ങാടത്തിലുണ്ടായിരുന്ന പാത്രങ്ങളിലെല്ലാം ശുദ്ധജലം നിറഞ്ഞു. അവസാനം തണുത്തു വിറച്ചു തുടങ്ങിയപ്പോൾ അർണോൾഡ് പിറുപിറുത്തു. പിറ്റേന്ന് ഉച്ചയോടടുത്ത് മേഘങ്ങൾ ഒഴിഞ്ഞു. ആകാശം തെളിഞ്ഞു. ഇളം ചൂടാർന്ന സൂര്യകിരണങ്ങൾ തിരമാലകളിൽ വെട്ടിത്തിളങ്ങി. ചങ്ങാടത്തിലെ 4 സ്നേഹിതരും തങ്ങളുടെ നനഞ്ഞ കുതിർന്ന വസ്ത്രങ്ങളെല്ലാം ചങ്ങാടത്തിന് മേലെ ഉണങ്ങാൻ വിരിച്ചിട്ടു. എന്നിട്ട് 4 പേരും വെയിൽ കാഞ്ഞിരുന്നു സൊറ പറഞ്ഞു തുടങ്ങി. അന്ന് വൈകുന്നേരം അസ്തമയത്തിനു മുൻപ് വളരെ അകലെയായി അവർ ഒരു കപ്പൽ കാണുകയുണ്ടായി. ആദ്യം ദൂരദർശനിൽ അത് കണ്ടുപിടിച്ചത് അർണോൾഡാണ്. അത്യുച്ചത്തിൽ വിളിച്ചുകൂവി, ഒരു കപ്പൽ! കപ്പൽ! ദൂരദർശനി പിടിച്ചു വാങ്ങി മറ്റു മൂവരും മാറി മാറി നോക്കി. ശരിയാണ്, എല്ലാവരുടെയും കണ്ണുകളിൽ പ്രതീക്ഷയുടെ തിളക്കം. രക്ഷയുടെ അടയാളം കാണപ്പെട്ടു കഴിഞ്ഞു. ഇനി കപ്പലിലുള്ളവരുടെ ശ്രദ്ധ തങ്ങളുടെ നേർക്ക് തിരിക്കുകയേ വേണ്ടു. വെളുത്ത ഉടുപ്പുകൾ, കമ്പികളും മറ്റു ഉപകരണങ്ങളുമൊക്കെയായി ഉയർത്തിപ്പിടിച്ചു. അവർ അത്യുച്ചത്തിൽ വിളിച്ചു പോകാൻ ആരംഭിച്ചു. കപ്പൽ നമ്മുടെ ദിശയെ ക്രോസ് ചെയ്ത് പോവുകയാണ്. അവർ നമ്മെ കണ്ടില്ലെന്ന് തോന്നുന്നു, ഷാൻപിയർ പറഞ്ഞു. അവരുടെ പ്രകടനങ്ങളെല്ലാം വൃഥാവിലായി. സൂര്യൻ അസ്തമിക്കുകയും കടലിൽ ഇരുട്ട് പരക്കുകയും ചെയ്തുവെങ്കിലും കപ്പലിലെ വെളിച്ചം കാണാമായിരുന്നു. കപ്പൽ പോകുന്ന ദിശയിലേക്ക് തന്നെ അവർ ചങ്ങാടം വിട്ടു. നാശം! കാറ്റെല്ലാം എവിടെ പോയി? തങ്ങളുടെ കാറ്റുപായകൾ ചുളിഞ്ഞു കിടക്കുന്നത് കണ്ടോ? അർണോൾഡ് കടലിന്റെ അപാരതയിലേക്ക് വിളിച്ചു പറഞ്ഞു. അവർ വലിയ തീപ്പന്തങ്ങളുണ്ടാക്കി കത്തിച്ച് ഇരുട്ടിലേക്ക് വരുത്തിപ്പിടിച്ചു. മുമ്പ് പോകുന്ന കപ്പലിന്റെ ശ്രദ്ധയാകർഷിക്കാൻ. കപ്പൽക്കാർ അത് കണ്ടെന്ന് തോന്നിയില്ല. കപ്പലിന്റെ വെളിച്ചം ക്രമേണ അകന്നകന്നു പോയിക്കൊണ്ടിരുന്നു. അവർ കണ്ടില്ലേ? അവർക്ക് കാണാൻ കണ്ണില്ലെന്ന് തോന്നുന്നു. നടുകടലിൽ 4 തീപ്പന്തം കണ്ടാൽ പിശാചുക്കൾ ചുരുട്ടു വലിക്കുകയാണെന്നാണോ അവന്മാരുടെ വിചാരം? നീയൊക്കെ കടലിൽ മുങ്ങിച്ചാകത്തേ ഉള്ളൂ. അർണോൾഡ് കലിപൂണ്ടലറി. പിന്നെ ശാപവാക്കുകളുടെ പ്രഹരം ആരംഭിച്ചു. കപ്പലിന്റെ വെളിച്ചം പൂർണ്ണമായി മാഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ തളർന്നുപോയി. കപ്പൽ അതിൻ്റെ വഴിക്ക് പോയി എന്നത് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ദൈവമേ, ആ കപ്പൽ പോയി, നമ്മ കാണാതെ പോയി, നമ്മൾ രക്ഷപ്പെട്ടെന്ന് തന്നെയായിരുന്നു എൻ്റെ വിശ്വാസം. അതെങ്ങനെ സംഭവിച്ചെന്നോർത്ത് കരച്ചിൽ വരുന്നു. കരോളിൻ്റെ വിലാപം. ക്രിസ്റ്റഫറും ഷാൻപിയറും നിരാശയും വേദനയും ഉള്ളിലൊതുക്കി മിണ്ടാതിരുന്നു. അന്ന് രാത്രിയിലും വലിയ കൊടുങ്കാറ്റും മഴയുമുണ്ടായി. കടലിന് പേ പിടിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞ് ക്രിസ്റ്റഫർ ദടുതിയിൽ പായുതൽ താഴ്ത്തി. പടുകൂറ്റൻ തിരമാലകൾ എമ്പാടും ആർത്തലറി. പിടിമുറുക്കിയെടുത്തൊക്കെ മുറുക്കി പിടിച്ചു. ചങ്ങാടത്തിൽ കമിഴ്ന്നു കിടന്നുകൊള്ളാൻ ഷാൻപിയർ നിർദ്ദേശിച്ചു. വൻ തിരമാലകൾ ചങ്ങാടത്തെ അടിച്ചു പൊളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വേള ഒരു കൂറ്റൻ തിരമാല 20 അടിയോളം ഉയരത്തിൽ തൊറുത്തു മുറിഞ്ഞു വന്നു. ഷാൻപിയർ മുന്നറിയിപ്പ് എല്ലാവരും കേട്ടില്ല. അതിനു മുന്നേ ഭീകരാരവത്തോടെ ആ ചങ്ങാടത്തിന് മേലെ കൂടെ കടന്നുപോയി. ഷാൻപിയർ തല പതിയെ തിരിച്ചു. അർണോൾഡ് ചങ്ങാടത്തിലുണ്ടായിരുന്നില്ല. അധ്യായം 35. തിര ചങ്ങാടത്തിന് മീതേക്ക് ആഞ്ഞടിക്കുമ്പോൾ അർണോൾഡ് കണ്ടിരുന്നു. കയ്യിലയച്ചിട്ട് തടിയിലെ കമ്പിയിലേക്ക് വീട്ടി മുറുക്കിപ്പിടിക്കുന്നിടയിൽ തിരമാലയുടെ ശക്തി അയാളെ അടിച്ചിളക്കി കൊണ്ടുപോയി. കൈ വഴുതിയപ്പോൾ അയാൾ പ്രാണപരാക്രമത്തോടെ പിടിഞ്ഞളറി. വായിലേക്കും മൂക്കിലേക്കും കടൽ വെള്ളം തള്ളിക്കയറി. അയാളുടെ ശബ്ദം തൊണ്ടയിൽ വെച്ച് ഞെരിച്ചു കൊന്നു. കരോളിന് തിരമാലയുടെ അടിവേറ്റ് വിട്ടുപോയിരുന്നു.
ഭാഗ്യത്തിന് അവൾ ക്രിസ്റ്റഫറിന്റെ മുന്നിലായിരുന്നു. പിടിവിട്ട് വലിച്ചുപോയ അവളെ ക്രിസ്റ്റഫർ പിടിച്ചു നിർത്തുകയായിരുന്നു. ചങ്ങാടത്തിൽ തെറിച്ച് നിർത്തിയിരിക്കുന്ന കമ്പികളിലും കൈകളിലും മുറുകിയിരുന്നതിനാൽ ക്രിസ്റ്റഫർ സുരക്ഷിതനായിരുന്നു. പക്ഷേ കടൽ വെള്ളം അടിച്ച് കണ്ണിൽ കയറിയതുകൊണ്ട് കുറേ നിമിഷത്തേക്ക് അയാൾക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. മഴയ്ക്കു നേരെ കണ്ണുകൾ തുറന്നു വെച്ചു. ക്രമേണ നീറ്റിൽ കുറഞ്ഞു വന്നു. അയാൾക്ക് അവ്യക്തമായിട്ടെങ്കിലും കാണാമായിരുന്നു. കരകളുടെ മേലുള്ള പിടി അയാൾ അപ്പോഴും അയച്ചിരുന്നില്ല. തിര അടിച്ചയുടനെ ഷാൻപിയർ ചങ്ങാടത്തോട് ശരീരം ഒട്ടിച്ചു ചേർക്കുകയാണ് ഉണ്ടായത്. കണ്ണുകൾ ഇറുക്കിയെടുക്കുകയാണ് ചെയ്തത്. തിര പോയി കഴിഞ്ഞ ഉടനെ അയാൾ പിന്തിരിഞ്ഞു നോക്കി. 3 പേരെയുള്ളൂ, താനുൾപ്പെടെ. അർണോൾഡ്! ഷാൻപിയർ അത്യുച്ചത്തിൽ അലറി. കടലിന്റെയും കാറ്റിന്റെയും മഴയുടെയും സംഘം ചേർന്നുള്ള ഭീകരാരവം ആ ശബ്ദത്തെ വിഴുങ്ങിക്കളഞ്ഞു. ഷാൻപിയർ വീണ്ടും വിളിച്ചു, അർണോൾഡ്! തുടരെയുള്ള മിന്നൽ പിടറുകളിൽ കടൽ മിക്കപ്പോഴും പ്രകാശമയമായിരുന്നു. മിന്നൽ വെട്ടിത്തിളങ്ങിയ കടലിൽ ഒരടയാളവും കാണപ്പെട്ടില്ല. അർണോൾഡിനെ കാണാനില്ല. ഷാൻപിയർ വിളിച്ചുകൊണ്ടുകൊണ്ട് ക്രിസ്റ്റഫറിന്റെ അടുത്തേക്ക് കഴിഞ്ഞു വന്നു. ആ ചങ്ങാതി നമ്മളെ വിട്ടുപോയെന്ന് കരുതാം. യാത്ര പറയാൻ കൂടി അവന് സാധിച്ചില്ലല്ലോ. ഒന്നും നിലവിളിച്ചതുപോലുമില്ലല്ലോ, ക്രിസ്റ്റഫർ നിർവികാരനായി പറഞ്ഞു. കരോളിനെ ക്രിസ്റ്റഫർ എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയതെന്ന് ഷാൻപിയറിന് മനസ്സിലായി കഴിഞ്ഞിരുന്നു. കരോൾ പേടിച്ചു വിളറി മിണ്ടാനാവാതെ ശ്വാസം കഴിക്കാൻ പോലും ആവാതെ കാണപ്പെട്ടു. അവളുടെ പ്രാണൻ പാതി നഷ്ടപ്പെട്ടതുപോലെയായിരുന്നു. തിരയടിച്ച് അവളെ കടലിലേക്ക് വലിച്ചു പോകുന്ന ആ നിമിഷത്തിൽ ഷോക്ക് ക്രിസ്റ്റഫറിന്റെ നേർക്ക് നന്ദിയോടെ ഒന്ന് നോക്കാൻ പോലും കഴിയാതെ അവൾ ചങ്ങാടത്തിന് മേൽ കുഴഞ്ഞു കിടന്നു. ക്രിസ്റ്റഫറും ഷാൻപിയറും അവളുടെ സുരക്ഷിതത്വം ഏറ്റെടുത്ത് ഇരുവശത്തുമായി സ്ഥാനം പിടിച്ചു. കടലിന്റെ കലി ക്ഷമിച്ചിരുന്നില്ല. തിരമാലകൾ ചങ്ങാടത്തെ പൂർവാധികം ശക്തിയോടെ ആക്രമിക്കുന്നത് തുടർന്നു. കുറെ കഴിഞ്ഞ് കാറ്റടങ്ങി. മഴയുടെ ശക്തിയും കുറഞ്ഞു. മേഘങ്ങൾ നീങ്ങി. ആകാശം തെളിഞ്ഞു. നിലാവുള്ള പക്ഷമാണ്. കടൽ ഒരു പൊയ്ക പോലെ ശാന്തമായി. ചങ്ങാടത്തിന്റെ വക്കിൽ വന്നു നിന്ന് ഷാൻപിയർ കടൽപ്പരപ്പിലേക്ക് നോക്കി വിളിച്ചു, അർണോൾഡ്! മറുപടിയില്ല. അത് ചക്രവാളത്തിലേക്ക് മുഴുകിപ്പോയി. അർണോൾഡ്! ഞങ്ങൾ ഇവിടെയാണ്. ഇവിടെ അർണോൾഡ്! തന്റെ ചങ്ങാതി കടലിൽ എവിടെയെങ്കിലും നീന്തി പതച്ച് കിടപ്പുണ്ടോ എന്നറിയാൻ ഷാൻപിയറിന്റെ വിശ്വാസം. അയാൾ വീണ്ടും വിളിച്ചു നോക്കിയാണ്. അയാൾ പന്തം കൊളുത്തിപ്പിടിച്ച് അടയാളം കാട്ടി. അർണോൾഡ്, ഇവിടേക്ക് വരൂ. നിങ്ങൾക്ക് ഭ്രാന്താണ്. ക്രിസ്റ്റഫർ പുരുവർത്തു. അവൻ കടലിൽ മുങ്ങിച്ചെത്തു കഴിഞ്ഞു. കരോലൈസ വിങ്ങിക്കരയാൻ തുടങ്ങി. ആർക്കും മിണ്ടാട്ടമില്ല. അർണോൾഡ് മരിച്ചുവെന്ന് വിശ്വസിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. മുൻകോപക്കാരൻ, പ്രശസ്തനായ പെയിന്റർ, സാൻ ഫ്രാൻസിസ്കോവിൽ ചെന്നിട്ട് ബ്ലാക്ക് ഡീമന്റെയും അവന്റെ ദ്വീപിന്റെയും ആ വലിയ ചതുപ്പിന്റെയും പടം വരച്ച് ലോകത്തെ അമ്പരപ്പിക്കുമെന്ന് പറഞ്ഞ മനുഷ്യൻ, മേഘങ്ങളോട് പരാതി പറഞ്ഞും ശപിച്ചും മഴ പെയ്ച്ച ആ നിഷ്കളങ്കൻ അർണോൾഡ് ഇപ്പോൾ ഞങ്ങളോടൊപ്പം ഇല്ലത്രേ. ഷാൻപിയറിന്റെ കയ്യിലിരുന്ന പന്തത്തിലേക്ക് നോക്കിയപ്പോൾ അർണോൾഡ് കപ്പലിനെ നോക്കി മണിക്കൂറുകൾക്ക് മുമ്പ് പറഞ്ഞത് ക്രിസ്റ്റഫറിന്റെ ഓർമ്മയിൽ കണ്ടു. നടുകടലിൽ തീപ്പന്തം കണ്ട പിശാചുക്കൾ ചുരുട്ടുവലിക്കുകയാണെന്നാണോ ഇവരുടെയൊക്കെ വിചാരം? നീയൊക്കെ മുങ്ങിച്ചാകത്തേക്കുള്ളൂ. ആ ചുരുട്ട് കെടുത്തിക്കള. ക്രിസ്റ്റഫർ ഉറക്കെ പറഞ്ഞു. ഷാൻപിയർ ഞെട്ടിത്തിരിഞ്ഞു. അത് കെടുത്താൻ. ഷാൻപിയർ പന്തമണച്ചു. പ്രഭാതം വരെയും അവർ ഒരക്ഷരമുരിയാടാതെ ദുഃഖിതരായി കഴിഞ്ഞുകൂടി. രാവിലെ ക്രിസ്റ്റഫർ എഴുന്നേറ്റ് കടലിനെയും ആകാശത്തെയും ആകപ്പാടെ ഒന്ന് നോക്കി. ഷാൻപിയർ നഷ്ടങ്ങളുടെ കണക്കെടുത്തു. കാറ്റുപായകൾ മുഴുവൻ തിരയെടുത്തു. പാമരം ഒടിഞ്ഞു കഷ്ണങ്ങളെ. ശുദ്ധജലം ശേഖരം മുഴുവൻ കടലെടുത്തു. പാത്രങ്ങളും വസ്ത്രങ്ങളും വളരെയൊന്നും ശേഷിച്ചിട്ടില്ല. ചങ്ങാടത്തിന്റെ കേട് കണ്ടുപിടിച്ചത് ക്രിസ്റ്റഫറാണ്. തടികൾ പലതും ഇളകുകയും ജോയിന്റുകൾ തകർന്നുകയും ചെയ്തിരുന്നു. ഇനിയും അതുപോലൊരു കോളിളക്കമുണ്ടായാൽ ചങ്ങാടം തകർന്നത് തന്നെ, ക്രിസ്റ്റഫർ പറഞ്ഞു. മന്ദം ഷാൻപിയറും ക്രിസ്റ്റഫറും കൂടി പകൽ മുഴുവൻ അധ്വാനിച്ചതിന്റെ ഫലമായി ഒരു ചെറിയ പാമരം കെട്ടിയുണ്ടാക്കി. അവശേഷിച്ച ഒരേയൊരു പായ നിവർത്താൻ കഴിഞ്ഞു. ചങ്ങാടം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ കപ്പൽ എവിടെ നിന്ന് വന്നുവെന്നാണ് ഞാൻ ആലോചിക്കുന്നത്, ഷാൻപിയർ പറഞ്ഞു. എന്നാൽ എന്താ വിശേഷം, ക്രിസ്റ്റഫർ? എനിക്ക് തോന്നുന്നത് ആ കപ്പൽ യോക്കോഹാമയിൽ നിന്നോ താഹിതിയിൽ നിന്നോ പുറപ്പെടുന്നതാണെന്ന്. വടക്കു കിഴക്കൻ ദിക്കിലേക്കാണ് അതിൻ്റെ നീക്കം. ഒന്നുകിൽ അത് സാൻ ഫ്രാൻസിസ്കോയിലേക്കാണ്, അല്ലെങ്കിൽ ലോസ് ആഞ്ചൽസിലേക്ക്. പകലും രാത്രികളും പലതും കടന്നുപോയി. വല്ലപ്പോഴും മഴ പെയ്യുന്നിരുന്നുകൊണ്ട് മാത്രം ശുദ്ധജലക്ഷാമം ഉണ്ടായിരുന്നില്ല. പന്തം കൊളുത്തി വെച്ചുള്ള മീൻപിടുത്തം എളുപ്പമായിരുന്നതിനാൽ ഭക്ഷണത്തിന് വിഷമിക്കേണ്ടി വന്നില്ല. കടലിൽ ചിലപ്പോഴൊക്കെ കോളിളക്കമുണ്ടാക്കി വലിയൊരു കടൽക്ഷോഭം ഉണ്ടാകാതിരിക്കാൻ ഷാൻപിയറും കരോളും ഉള്ളുരുകി കേഴുകയായിരുന്നു. പിറ്റേന്ന് ഉച്ചതിരിഞ്ഞപ്പോൾ കടലിന്റെ ഭാവം വാടെ മാറി. ഇടിയും മിന്നലും മേഘങ്ങളുമില്ല. പക്ഷേ കൊടുങ്കാറ്റുകളുടെ കെട്ടഴിഞ്ഞു. കടലിന് പൈശാചിക ഭാവം. കടലിന്റെ വൈതാളിക്കാട്ട ഇതിഹാസം. കടലിന് ഭീകരമുഖം. കരുതിയിരുന്നു
മിക്കവാറും ഇതോടെ അവസാനിച്ചിരിക്കും. ക്രിസ്റ്റഫർ ഉറക്കെ ഷാൻ പിയറോട് പറഞ്ഞു. 3 പേരും ചങ്ങാടത്തിൽ അള്ളിപ്പിടിച്ച് കമഴ്ന്നു കിടന്നു. ആദ്യത്തെ തിരമാല രാക്ഷസന്റെ കൈകൊണ്ടെന്ന പോലെ 30 അടിയോളം ഉയരത്തിലേക്ക് അവരെ എടുത്തു വരുത്തി. അടുത്ത തിരക്കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കടന്നുപോയി. രണ്ടാമത്തെ തിര അവരെ വീണ്ടും ഉയർത്തി അടുത്ത തിരയിലേക്ക് എറിഞ്ഞുകൊടുത്തു. ഈ കളി കുറേ സമയത്തേക്ക് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നോവലിൻ്റെ ഈ അധ്യായം ഇവിടെ തുടരുകയാണ്. അടുത്ത അധ്യായത്തിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, നമ്മുടെ കമൻറ്റുകൾ എന്തായാലും രേഖപ്പെടുത്തുക. അപ്പം ഈ നോവലിൻ്റെ ബാക്കിയുമായി അടുത്ത ലക്കത്തിൽ നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.